ഫർദ് നമസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കണോ? പാടില്ല എന്ന് പറയുന്നു. ശരി തന്നെയാണ്. ഫർദ് നിസ്കാരം പ്രായപൂർത്തി എത്തിയ തലം മുതൽ ഏതെങ്കിലും ഒരു ഫർദ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവന്റെ ജീവിതോപാധിക്കുള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയങ്ങളും അത് വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണം സമയത്തെ എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറയുമ്പോൾ തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് തറാവീഹിനോടൊപ്പം ചേർത്ത് നിസ്കരിക്കാൻ പറ്റുമോ ഏതെങ്കിലും നിസ്കാരം? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതിനാണ് ഞാൻ ആദ്യം തന്നെ ഒരു മറുപടി പറയുന്നത്. എന്ത്, നിങ്ങൾ തറാവീഹിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങി വരുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതോപാധികൾക്ക് വേണ്ടി കഴിഞ്ഞതിന് ശേഷമുള്ള സമയം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും നിങ്ങൾ എന്ത് നിസ്കരിക്കണം നിർബന്ധമാണ്? ഖളാ ഉള്ള നിസ്കാരങ്ങൾ വീട്ടിൽ നിർബന്ധം. എത്രയും വേഗം വീട്ടിക്കണം. ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെതാകുന്ന ശിക്ഷ കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ അത് എത്രയാ എണ്ണം കണക്കാക്കുക? എണ്ണം കണക്കാക്കാൻ പറ്റുന്ന രീതിക്ക് കണക്കാക്കുക. അവന്റെ മനസ്സുകൊണ്ട് ഒരു ഉറപ്പ് വരണം, ഞാൻ പൂർണ്ണമായി നിസ്കരിച്ച് തീർത്തിട്ടുണ്ട് എന്ന ഒരു ഉറപ്പ് മനസ്സുകൊണ്ട് കിട്ടുന്നത് വരെ ഖളാ വിട്ടണമെന്ന്. കാരണം സുന്നത്ത് നമസ്കാരം പോലെ അല്ല ഫർള്. ഫർള് എന്ന് പറയുന്നത് ഫർള് ഐനാണ്, ഫർള് കിഫായല്ല. മയ്യത്ത് നിസ്കാരം പോലെ ആരെങ്കിലും നിസ്കരിച്ചാൽ വിടുന്നതല്ല. സ്വന്തം തടി, അവന്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തി എടുക്കണം അത് നിസ്കരിച്ച്, ഇല്ലെങ്കിൽ ആഖിറത്തിൽ ഹിസാബാണ്. ഇപ്പൊ ഇന്നത്തെ സുബഹി ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ശിക്ഷ പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം. നമ്മൾ എത്ര നാൾ നീട്ടിക്കൊണ്ടിരുന്നോ അത്ര ശിക്ഷ, പിന്തിച്ചതിന്റെ ശിക്ഷയും കിട്ടും. എത്രയും വേഗം വീട്ടണമെന്നർത്ഥം.